ഗാസയിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്ന സൂചന നൽകി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ വാസയോഗ്യമായ ഒരു സാഹചര്യവും ഗാസയിലില്ലെന്നും ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ യുദ്ധം അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി യു.എസ്. ക്യാബിനറ്റിനെ ട്രംപ് അറിയിച്ചു. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് 200 സൈനിക വിഭാഗത്തെയും അമേരിക്ക ഇസ്രായേലിലേക്ക് അയക്കും. Well, they know exactly what we're doing. We're going to create something where people can live. You can't live right now in Gaza. The place is it's a horrible situation. Nobody's ever seen anything like it. So yeah, we're going to create better conditions for people. Yeah, please. വൈസൺ ജോസ് ചേരുന്നു. വൈസൺ, നിലവിൽ ഗാസ യുദ്ധം അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി തന്നെ യു.എസ്. ക്യാബിനറ്റിനെ ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗാസയിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റും എന്നുള്ള സൂചന കൂടി നൽകിയിരിക്കുകയാണോ യു.എസ്. പ്രസിഡന്റ്? തീർച്ചയായും രോഹിണി, ഗാസയിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്ന ട്രംപിന്റെ ക്യാബിനറ്റിന് ഒപ്പം നടന്ന ക്യാബിനറ്റ് ബ്രീഫിംഗുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യമായി അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിൽ ഒരു സാഹചര്യം, ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ അവിടെയില്ല, അവിടെ താമസിക്കാൻ യോഗ്യമായ ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് ട്രംപ് അറിയിച്ചത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ ഗാസയിലെ ജനതയുടെ ഒരു വിഭാഗത്തെ മാറ്റണമെന്നൊരു നിലപാട് നേരത്തെ തന്നെ, അതായത് ട്രംപ് അധികാരമേറ്റ ആ കാലയളവിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുമായി നടന്ന ചർച്ചയിൽ അറിയിച്ചിരുന്നു. എന്നാൽ അക്കാര്യം ആരെയും നിർബന്ധിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ പല നേതാക്കളും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു നീക്കം കൃത്യമായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ ഈ പ്രതികരണത്തെ ഗൗരവത്തോടെ ലോകം വീക്ഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തയ്യാറാവുകയും അതിന് തയ്യാറാകുന്ന ഗാസൻ നിവാസികളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുമെന്നും അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറഞ്ഞത്, ഗാസയെ ഒരു കടലോര വിശ്രമ കേന്ദ്രമാക്കുമെന്നൊരു നിലപാട് നേരത്തെ തന്നെ ട്രംപ് അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഇത്തരത്തിൽ ചില സുരക്ഷിത സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അനിവാര്യമായ ചില നീക്കങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ജോർദാനും ഈജിപ്തും ഇക്കാര്യത്തിൽ ഒരു അംഗീകാരം അന്ന് നൽകിയിരുന്നില്ല. മാത്രമല്ല, അറബ് രാജ്യങ്ങളൊന്നും ഇക്കാര്യത്തോട് അനുകൂലമായല്ല പ്രതികരിച്ചിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷേ ചില അറബ് രാജ്യങ്ങളുമായെല്ലാം ചർച്ചകളെല്ലാം ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നിരുന്നു. അറബ് രാജ്യങ്ങളോടാണ് 20 ദിന സമാധാന ധാരണയെക്കുറിച്ച് ട്രംപ് ആദ്യം അറിയിക്കുകയും ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ അന്നത്തെ നിലപാടിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇത് തന്നെയായാലും ഗാസയിലെ ജനങ്ങളെ ഗാസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതികളുണ്ട് എന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഈ അടുത്ത മണിക്കൂറുകളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത് തീർച്ചയായും അവിടെയുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നീക്കത്തിന്റെ തുടക്കമായി തന്നെയാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, സമാധാന പുനഃസ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിനായി 200 അംഗ സൈനിക വിഭാഗത്തെ അവിടേക്ക് അയച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് എന്നും ഇപ്പോൾ വിവരങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിൽ 200 അംഗ സൈന്യം വന്ന് അത് ഈ ഗാസയിലേക്ക് സുരക്ഷിതമായി ഗാസയിൽ നിന്നും സേനാ പിന്മാറ്റം ഉറപ്പാക്കുന്നതിനും ഇസ്രായേലിന്റെ സേനാ പിന്മാറ്റം ഉറപ്പാക്കുന്നതിനും സുരക്ഷിത ജീവിത സാഹചര്യങ്ങൾ അവിടെ ഒരുക്കുന്നതിന് ഭക്ഷണം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനുമുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഒരുക്കാൻ പ്രാപ്തിയുള്ള ഒരു വിഭാഗം കൂടിയാണ് എത്തിയിരിക്കുന്നത്. സൈന്യം എന്നതിനപ്പുറം സൈന്യത്തിന്റെ പോസ്റ്റ് വാർ സംവിധാനങ്ങളുടെ ഭാഗമായാണ് ഇവർ എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.